ഹായ്, ഇന്ന് ഞാൻ ഗുഡ് മോർണിംഗ് പറയില്ല, കുറച്ച് വൈകി പോയി കേട്ടോ. അപ്പോൾ ഹാവ് എ നൈസ് ഡേ. നമ്മുടെ ഗുഡ് മോർണിംഗ് എല്ലാവരും കേട്ടോ. നമ്മുടെ ഗുഡ് മോർണിംഗ് കേട്ടൊരു ദിവസം എത്രയെന്ന് അറിയാമോ? അത് പറയാട്ടോ, ഞാൻ ഇന്നിപ്പോൾ വൈകി. അല്ല, നിങ്ങൾ കരുതും ഈ അമ്മ എന്തോ വല്ല സിനിമയ്ക്ക് പോയിട്ട് വരികയാണോ, അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണെന്നൊക്കെ തോന്നും. അതൊന്നുമല്ല, ഞങ്ങളൊരു ചെക്കപ്പിന് പോയിട്ട് വരികയാണ്. അപ്പോൾ വന്ന് വീടെത്തി ആ സമയത്ത് അമ്മ പറഞ്ഞു, എനിക്ക് എൻ്റെ കുടുംബക്കാരെ കണ്ടേ പറ്റൂ എന്നല്ലമ്മ. അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് അമ്മ ഇവിടെ വന്നതാണ്. അപ്പോൾ ദിവസങ്ങൾ കുറേ ആയി. അപ്പോൾ നിങ്ങൾ പറയില്ലേ ലെവലേശം സ്നേഹമില്ലേ അമ്പൂനൊന്ന് പറയില്ലേ? കണ്ട അമ്പു ഇരുന്ന് ഇരിപ്പ് കണ്ടില്ലേ നിങ്ങൾ? അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് നേരം ഇവിടെ ഇരുന്ന് നിങ്ങളോടൊക്കെ സംസാരിച്ച് എന്തോ ഒരു മിസ്സിങ് അല്ല അമ്മയ്ക്ക്? ആ മിസ്സിങ് വല്ലാത്തൊരു മിസ്സിങ്ങാണ്. അപ്പോൾ എൻ്റെ ആൾക്കാരൊക്കെ ഞാൻ മറന്നു എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ അമ്മ എന്നൊരു വീഡിയോ പിടിക്കാൻ നിർബന്ധമായിട്ട് ഇരിക്കുകയാണ്. പക്ഷെ അമ്മേനെ കണ്ടാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? ഒരു അസുഖമില്ല ചേച്ചിക്ക്, വെറുതെ പറയണമെന്ന് തോന്നില്ലേ? തോന്നും. അല്ല എനിക്ക് തോന്നി, മനസ്സിലായില്ലേ? എനിക്ക് തോന്നി ഇതെന്താണ് ഈ അമ്മയ്ക്ക് ഒരു അസുഖമുള്ള പോലെ തോന്നുന്നില്ലല്ലോ. അമ്മ സാരിയെ കൊടുത്ത് പുറത്തു വരുമ്പോൾ അവിടെയുള്ള ക്ലിനിക്കിലുള്ള ആ നഴ്സും ചോദിച്ചില്ലേ എനിക്കാണോ അസുഖം? ഇല്ലേ? അപ്പോൾ എന്തായാലും അമ്മ ഇരുന്ന സ്ഥിതിക്ക് ഇത്രയും ദിവസമായില്ലേ കണ്ടിട്ട്, ഇടയ്ക്ക് ഷോർട്സിലൂടെ മാത്രമേ ഇപ്പോൾ അമ്മേനെ കാണുന്നുള്ളൂ. അപ്പോൾ അമ്മേനെ അവരൊന്നും ശരിക്കൊന്നും കണ്ടിട്ടില്ല. ഇപ്പോൾ കാണുമ്പോൾ ഞാൻ കാണുമ്പോൾ തന്നെ പറയും, എന്താ ചേച്ചി ഒരു അസുഖമുള്ള പോലെ തോന്നുന്നില്ലല്ലോ, ചേച്ചി ഹാപ്പി ആയിട്ട് എവിടെ നടക്കുമ്പോൾ ഞങ്ങളെ മറന്നു എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നതെന്നൊക്കെ അവർ പറയും. അമ്മയ്ക്ക് ഒരുപാട് സന്തോഷം വന്നാൽ മറക്കാനുള്ളതാണോ അവനവനെ സ്നേഹിക്കുന്ന ആൾക്കാർ? അതാരാ അങ്ങനെ പറഞ്ഞ്? ഈ ദുഷ്ടൻ, അല്ലാണ്ട് ആര് പറയും? അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അമ്മ ഈ ഒരു പാട്ട് കേട്ടിട്ടുണ്ടോ? ആറ്റുനൂർക്കുണ്ടായൊരുണ്ണി, അമ്മ കാത്തു ഉണ്ടായൊരുണ്ണി എന്നൊരു പാട്ട് കേട്ടിട്ടുണ്ടോ? എന്താ ആദ്യത്തെ വരിയത്? അല്ലേ? അതേ പാട്ട് ഞാൻ വേറെ രീതിയിലാണ് പാടുക. ആറ്റുനോക്കുണ്ടായൊരമ്മ, ഉണ്ണി കാത്തുണ്ടായ ഒരമ്മ. എന്താന്ന് ചോദിക്കേ? എന്താന്ന് പറഞ്ഞ അമ്മ, ഞാനെന്ന് പറഞ്ഞ ഒരു ആത്മാവിനെ ബ്രഹ്മാവ് ഭൂമിയിലേക്ക് വിടുമ്പോൾ ചോദിച്ചു, നിന്നെ സ്വീകരിക്കാൻ ഒരു അമ്മമാരും തയ്യാറല്ല. നിനക്ക് അഥവാ ഭൂമിയിൽ എന്താണെന്നറിയില്ല, മനുഷ്യജന്മത്തിന് മാത്രമല്ല എരുമയ്ക്കും ഒന്നിനും താല്പര്യമില്ല. ഒരു സ്ത്രീയായി ജനിച്ച ഒരു ജന്മത്തിനും താല്പര്യമില്ല. എന്താണെന്നറിയില്ല. പണ്ട് ദുര്യോധനൻ ജനിക്കുമ്പോൾ ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ അതുപോലെ ആവാനാണ് സാധ്യത. ഞാൻ നിൻ്റെ തലയിൽ എന്തോ എഴുതാൻ മറന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് നിനക്കിപ്പോൾ എന്താ ചെയ്യുക? നിനക്കൊരു ജന്മം വേണമെന്ന് വാശി പിടിക്കുക. ഞാൻ ഭയങ്കര വാശി, എനിക്ക് ഭൂമിയിൽ പോകണം, മനുഷ്യനായിട്ട് ജനിക്കണമെന്ന് ഭയങ്കര വാശി. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, മകനെ നീ പോകൂ, പോയിട്ട് ആ ഭൂമിയിൽ ഏതെങ്കിലുമൊക്കെ എന്ന് വെച്ചാൽ ഒരു ഭാഗ്യമാണല്ലോ ഈ ഗർഭിണിയാവാന്നൊക്കെ പറയണത്. ഒരു അമ്മയാവാൻ തയ്യാറെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ മഹാഭാഗ്യമാണല്ലോ. അങ്ങനെ ഭാഗ്യം നൽകി ഏതെങ്കിലും സ്ത്രീകളുടെ അടുത്തൊക്കെ പോയിട്ട് എൻ്റെ അമ്മയാവാൻ പറ്റുമോ, എൻ്റെ അമ്മയാവാൻ പറ്റുമോ എന്ന് ചോദിച്ചു നോക്ക്. അങ്ങനെ ഏതെങ്കിലും ഒരു അമ്മ നിന്നെ സ്വീകരിക്കുകയാണെങ്കിൽ അതായിരിക്കും നിൻ്റെ അമ്മ എന്ന്. അപ്പോൾ ഞാൻ ഈ പാട്ടും പാടിയും കൊണ്ട് ഇവിടുന്ന് നേരെ ബ്രഹ്മാവൻ്റെ അടുത്തുനിന്ന് നേരെ ഭൂമിയിലേക്ക് വന്നു. അങ്ങനെ കുറേ സ്ത്രീകളുടെ അടുത്ത് പോയിട്ട് ഞാൻ ചോദിച്ചു, എന്തായാലും അമ്മയാവാൻ പോണ സ്ത്രീകളാണല്ലോ, എന്നെ ഒന്ന് സ്വീകരിക്കുകയോ പറഞ്ഞു. അപ്പോൾ അവർ ഇങ്ങനെ മനസ്സിലിങ്ങനെ ധ്യാനിക്കുമ്പോൾ ഈ അമ്മയാവണവർക്കൊക്കെ മഹാദിവ്യശക്തി ഉണ്ടെന്ന് പറയുമല്ലോ, മനസ്സെന്ന് പറഞ്ഞ സ്വപ്നം. അതിലിങ്ങനെ ധ്യാനിക്കുമ്പോൾ ഇവൻ ഭയങ്കര കുർബനാണ്, ഇവൻ ഭയങ്കര വികൃതിയാണ്, ഇവനെ വേണ്ട എന്ന് തിരസ്കരിച്ചു. അങ്ങനെ ഈ മണ്ടിയായ അമ്മ എന്നെ അങ്ങോട്ട് സ്വീകരിച്ചു. ഇപ്പോൾ അതിനുള്ളത് അനുഭവിച്ചും കൊണ്ടുണ്ട്. അപ്പോൾ ഈ അമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ മെല്ലെ ചോദിച്ചു, ഒന്ന് കതവ് തട്ടിയിട്ട്, അമ്മ ഞാനിതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് വന്നോട്ടേ എന്ന്. എങ്ങനെ ഇപ്പം പറയുക, ആര് വന്നാൽ എന്താണെന്ന് എനിക്കൊന്നും അറിയില്ലല്ലോ, നീ വന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആറ്റുനോക്കുണ്ടായൊരമ്മയാണ്. അല്ല, ഒന്ന് നിങ്ങൾ ആലോചിക്കണം, ഈ ആറ്റുനോക്കിയിട്ടൊരു ഉണ്ണി മാത്രമല്ല ഉണ്ടാവണത്, ആണോ? ആറ്റുനോക്കിയിരിക്കുന്നത് എന്താണ്? ഒരു സ്ത്രീ ഗർഭിണിയാവാനാണ്. ആര്? സ്വന്തം ഭർത്താവിൻ്റെ വീട്ടുകാർ, പിന്നെ അമ്മയുടെ വീട്ടുകാർ ഒക്കെ കാത്തിരിക്കണ എന്താവാൻ വേണ്ടിയിട്ടാണ്? പറയൂ. അല്ല, ആ ഉണ്ണി ഉണ്ടാവാൻ നിങ്ങളൊരു അമ്മയാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നേരെ തിരിച്ചാണ്. അപ്പോൾ രണ്ടിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. എത്ര വഴി സഞ്ചരിച്ച അമ്മ ഞാൻ വന്നത്, എന്തുകൊണ്ടാണ് അമ്മ അവരൊക്കെ എന്നെ തിരസ്കരിച്ചത്? അത് അമ്മ ഒന്ന് പറഞ്ഞു പോകരുത് കേട്ടോ. നിന്നൊക്കെ എങ്ങനെയാടാ സ്വീകരിക്കുക, നിന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നായിരിക്കും അമ്മ പറയുക അല്ലേ? അപ്പോൾ ഇപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയൊരു വലിയ ചോദ്യം അമ്മേനോട് ചോദിക്കാം. അമ്മ അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തെങ്കിലും പറയണ്ടേ? അല്ലെങ്കിൽ അമ്മ
കുരുത്തം കെട്ട ഒരു ചോദ്യം ഞാൻ ചോദിക്കാറില്ല, എല്ലാം കുരുത്തുള്ള ചോദ്യം തന്നെ ചോദിക്കാറുള്ളൂ. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താ അറിയാം അമ്മ? ഇപ്പം അമ്മയ്ക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനം മീൻസ് അമ്മയുടെ ജീവിതത്തിൽ ഒരു ഗിഫ്റ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും എന്ന് വെച്ചാൽ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, വില കൂടിയതും എന്ത് തന്നാലും വില കുറവായാലും കൂടിയാലും അങ്ങനെ ഒരു സമ്മാനം എന്തായിരിക്കും? വിലമതിക്കാനാവാത്ത സമ്മാനം എന്ന് പറഞ്ഞാൽ നമുക്കേ എല്ലാ ഒരു സമ്പത്തോ കാശൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം നമുക്ക് മേടിക്കാൻ പറ്റും. അതുപോലെ എന്താണെങ്കിലും ചെറിയവർക്കും വലിയവർക്കും കാശ് കൊടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ മേടിക്കാനോ ഒക്കെ പറ്റും. പക്ഷേ ഞാൻ എൻ്റെ പറയുകയാണ് കേട്ടോ, എൻ്റെ ഒരു തോന്നൽ, എനിക്ക് വിലമതിക്കാനാവാത്ത എന്താണെന്നറിയോ? അപ്പം ഞാൻ ഒരാളുടെ മനസ്സിൽ ഇടം പിടിക്കുക, അതായത് ഒന്നും പ്രതീക്ഷിക്കാതെ അവരെന്നിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ അവരുടെ മനസ്സിൽ ഞാനൊരിടം പിടിക്കുക എന്നുള്ളത്. അപ്പോൾ എന്നിൽ നിന്ന് എന്തെങ്കിലും ഒരു സദ്ഗുണം കണ്ടിട്ടായിരിക്കാം, ഞാനെന്നല്ല, പ്രത്യേകിച്ച് ഒരു മനുഷ്യൻ മറ്റൊരാളുടെ ഹൃദയത്തിൽ ശാശ്വതമായ ഒരു ഇടം പിടിക്കുക എന്നുള്ളതാണ് വിലമതിക്കാനാവാത്ത സമ്മാനം. നമ്മുടെ തോന്നൽ മാത്രമല്ല, യഥാർത്ഥ തോന്നലും അത് തന്നെയാണ്. നമ്മൾ ഉള്ളപ്പോഴും നമ്മൾ ഇല്ലാണ്ടാവുമ്പോഴും അവൻ്റെ മനസ്സിലൊരു സ്ഥാനം പിടിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഈ ജീവിതം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളപ്പോൾ തന്നെ നമ്മുടെ സ്ഥാനമൊക്കെ ചിലരുടെ മനസ്സിൽ നിന്ന് നമ്മളിങ്ങനെ ഇറങ്ങിപ്പോയിക്കൊണ്ടുണ്ടാവും. അതല്ല, നമ്മളുള്ളപ്പോഴും നമുക്ക് ശേഷവും നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മളെ പൂർണ്ണമായും അറിയുന്ന ഒരു വ്യക്തി നമ്മുടെ ഒപ്പം ജീവിച്ചിരിക്കുക എന്നുള്ളതും നമ്മുടെ ജീവിതത്തിന് ശേഷം നമ്മൾ ഓർക്കുക എന്നുള്ളതുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനം. ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ഈ ലോകത്ത് നമുക്ക് നമ്മൾ തന്നെ ഒരു ഗിഫ്റ്റായി മാറുന്ന ഏറ്റവും വലിയൊരു സുവർണ സന്ദർഭം അല്ലേ? രണ്ടാമത്തത് എന്താണമ്മ, ഈ ലോകം മുഴുവനും ഒരുപാട് ആൾക്കാർ എന്ന് വെച്ചാൽ സത്യസന്ധമായി ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ ഒരുപാട് ദുരിതത്തിലും ദുഃഖത്തിലുമാണ്. കപടമുഖധാരികൾ, എന്താ പറയുക, മാസ്ക് ഇട്ട വ്യക്തികൾ, കപട വേഷധാരികൾ, അങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ, മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കുന്നവരൊക്കെ വളരെ പ്രശസ്തിയിൽ പോയിക്കൊണ്ടിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, നിങ്ങളൊന്നും പ്രാർത്ഥിക്കുന്ന ദൈവമൊന്നും അതൊന്നും കേൾക്കുന്നില്ലേ എന്നൊരു ചോദ്യം പറയുമ്പോൾ ഭയങ്കര ഭക്തിയാണല്ലോ അമ്മയും. അപ്പോൾ അമ്മയോട് ചോദിക്കുകയാണ്, ഒരുപാട് സത്യസന്ധമായിട്ട് ആരും പറ്റിക്കാൻ പാടില്ലെന്ന് വിചാരിച്ച് സത്യസന്ധമായ വഴിയിലൂടെ ജീവിക്കണമെന്ന് വിചാരിക്കുന്ന ഓരോ വ്യക്തികളും ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവരെ പറ്റിച്ചും വഞ്ചിച്ചും ജീവിക്കുന്നവർ ചിരി എന്നൊരു മുഖമൂടി ധരിച്ച് ജനങ്ങളെ പറ്റിച്ചും കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് മാത്രം ഈ കനിഞ്ഞു കൊടുക്കുന്ന ദൈവം, യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ദൈവം ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടോ, അല്ലെങ്കിൽ സത്യസന്ധമായ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലേ എന്നൊരു ചോദ്യം പല വ്യക്തികളും പല പ്രാവശ്യം ദൈവത്തിനോട് ചോദിക്കുന്നുണ്ട്. അത് ദൈവത്തിനെ കുറ്റപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. ഇത് കലിയുഗമാണ് മോനെ, കലിയുടെ വിളയാട്ടമാണ്. അവിടെ തിന്മയ്ക്കാണ് വിജയം. എന്നും അതെ, എന്ത് തിന്മകൾ നടക്കുന്നോ, വേണ്ടാത്ത ദിനങ്ങൾ എന്തുണ്ടെങ്കിലും അതിനൊക്കെ ഇപ്പം വിജയമാണ് ആദ്യം. പക്ഷേ അവസാന ഒരു ദിവസം സത്യത്തിന് മാത്രമേ വിജയം ഉണ്ടാവും, അത് മാത്രം നിലനിൽക്കൂ. അപ്പോൾ എന്തും എന്താണെങ്കിലും അതിന് ഒരുപാട് വേഗം എല്ലാം കിട്ടും. പക്ഷേ സത്യം മറന്നിട്ട് പുറത്തു വന്ന് അതിൻ്റെതായ ഫലം അതിന് കിട്ടണമെങ്കിൽ ഒരുപാട് നാൾ പിടിക്കും. അവസാനം സത്യത്തിനായിരിക്കും ജയം. അപ്പം എന്താന്ന് പറഞ്ഞാൽ അതാണ് ഈ കലിയുഗം എന്ന് പറയുന്നത്. അതറിയില്ലേ നിനക്ക്? നമ്മൾ ഒരുപാട് യുഗങ്ങൾ കഴിഞ്ഞു വന്നു. ത്രേതായുഗം കഴിഞ്ഞു, ദ്വാപരയുഗം കഴിഞ്ഞു, അങ്ങനെ ഒരുപാട് യുഗങ്ങൾ കഴിഞ്ഞു വന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഈ കാലഘട്ടത്തിൽ കണ്ട എന്തെങ്കിലും കാഴ്ചകൾ ഇതിന് മുമ്പുള്ള യുഗങ്ങളിൽ നമ്മൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? നീ 3 വയസ്സായ കുട്ടി, 7 വയസ്സായ കുട്ടി ബലാത്സംഗം ചെയ്യുക, എന്താണത്, എങ്ങനെ സാധിക്കണം? ഇതൊക്കെ എന്തെങ്കിലും ഒരു കേട്ടുകേൾവി ഉണ്ടോ? അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ അതാണ് ഈ കലിയുഗം. കലിയുഗത്തിലാണ് ഇതൊക്കെ സംഭവിക്കുക. അത് കലിയുഗത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നുള്ളത് പണ്ടേ പുരാണങ്ങളെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും. കലിയുഗം എങ്ങനെയാണ്, അതിൽ ഇങ്ങനെ ഉണ്ടാവുന്നു, എന്തൊക്കെയുണ്ട്. അത് ആരെഴുതിയതാണെങ്കിലും സത്യമാണോ അതൊന്നും അറിയില്ല. പക്ഷേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഓരോരോ കാര്യങ്ങൾ കാണുമ്പോൾ അത് സത്യമാണെന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. എത്ര യുഗങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു കലിയുഗം എന്നൊരു യുഗം ഉണ്ടാവും. ആ യുഗത്തിൽ കണ്ണു ചോരയാത്ത മനുഷ്യരുണ്ടാവും. ദൈവത്തിനെ കപടമായി പ്രാർത്ഥിക്കും. ദൈവം എതിര് വന്ന് നിന്നാലും ദൈവമാണെന്ന് വിശ്വസിക്കില്ല. കുഞ്ഞുങ്ങൾ മുതൽ പ്രായം ചെന്ന് കടക്കയിൽ കിടക്കുന്ന മുത്തി വരെ ബലാത്സംഗം ചെയ്യുന്നൊരു പൊട്ട ലോകം വരും. പ്രേതങ്ങളും കൂടി ഭൂമിയിൽ ഇറങ്ങി വരാൻ പേടിക്കും എന്ന് വെച്ചാൽ പണ്ടൊക്കെ ആത്മാക്കളുടെ കഥ പറഞ്ഞാൽ പേടിക്കുന്ന ജനങ്ങളുണ്ടായിരുന്നു. ഇന്ന് ആത്മാക്കൾ തന്നെ മനുഷ്യരെ പേടിച്ചിട്ട് ഈ പരിസരത്ത് വരില്ല എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ പണ്ടൊക്കെ
ആൾക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവിടെ അതിനെ കണ്ടു ഇവിടെ ഇതിനെ കണ്ടു എന്നൊക്കെ. ഇപ്പോൾ ഒന്നിനെയും കാണാൻ വഴിയില്ല. കാരണം എന്താ വെച്ചാൽ അവരിങ്ങോട്ട് മനുഷ്യനെ പേടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം, എത്ര തന്നെ മാനസികാവസ്ഥ ഉണ്ടായാലും ഒരിക്കലും താൻ പ്രസവിച്ചൊരു കുഞ്ഞിനെ ഒരിക്കലും ഒരമ്മയും കായലേക്ക് എറിയില്ല, ഏത് സന്ദർഭത്തിലും എറിയില്ല. അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇത് കലിയുടെ വരദാനം തന്നെയാണ്. കലി എന്ന പാവയുടെ ഈ കാലത്ത് നന്മയ്ക്ക് ഫലമില്ല എന്ന് കരുതരുത്. നന്മ ഒരു പരീക്ഷണ വസ്തുവായിട്ട് നന്മ ഒരു പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നന്മ തന്നെയാണ് എന്നും ജയിക്കുള്ളൂ. എന്തിനാണ് കൂടുതൽ പറയണത്? ഒരു മനുഷ്യൻ എത്രയൊക്കെ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയാലും എത്രയൊക്കെ ആർഭടിച്ച് നടന്നാലും അവൻ്റെ മനസ്സിനോടൊരു നന്മയില്ലെങ്കിൽ 2 ദിവസം കൂടി ആ മനുഷ്യനെ ഓർക്കില്ല. അതിൻ്റെ പകരം എത്ര ദാരിദ്ര്യനായിരുന്നാലും മനസ്സ് നിറച്ച് സ്നേഹം നൽകിയിട്ടുണ്ടെങ്കിൽ അയാൾ മരിച്ചു പോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞാലും ആ വ്യക്തി നമ്മുടെ മനസ്സിൽ എന്നും നിലനിൽക്കും. അല്ലേ? അതാണ് നന്മയും തിന്മയുള്ള വ്യത്യാസം. കാരണം മരണാന്തരവും നീ ഓർക്കപ്പെടുക എന്നുള്ളതാണ് ഭൂമിയിലൊരു മനുഷ്യനായി ജനിച്ചാൽ നമ്മൾ ഈ ഭൂമിക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ സമ്മാനം. പിന്നെ ഇതുപോലെ വികൃതിയായ മക്കളെ ഇടയ്ക്കിടയ്ക്ക് ജനിക്കരുതെന്ന് മാത്രം അമ്മ ആരോടും പറയരുത്. വികൃതി കാട്ടിയാൽ മാത്രം മക്കളാവുള്ളൂ. മീശ മുടച്ച വികൃതി കാട്ടാൻ പാടില്ലെന്ന് ഒരിക്കലും പറയരുത്. ഈ മീശയും താടിയും പ്രായവും നമ്മുടെ അമ്മയും നമ്മൾ ഒരു ബന്ധവുമില്ല. അമ്മ എങ്ങനെയാണോ മക്കളെ കുസൃതിയോടുകൂടിയും സ്നേഹത്തോടുകൂടിയും ലാലിച്ചും ഒക്കെ വളർത്തിയത്, അതുപോലെ തന്നെ മക്കൾ എത്ര നിറച്ച മുടിയായാലും നിങ്ങളുടെ അമ്മ നിങ്ങളുടെ ഒപ്പം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ അമ്മേനെ ഒരു കുഞ്ഞു പോലെ നോക്കണം. കുറച്ച് വികൃതി കാണിക്കണം, കുറച്ച് എന്താ പറയുക, പോടാ അവിടെ നിന്നൊക്കെ അമ്മ പറയണ വേറെ ഒരു വികൃതിയൊക്കെ കാണിക്കുമ്പോഴാണ് അമ്മയ്ക്ക് മനസ്സിലാവാൻ നീ ഇപ്പോഴും അമ്മയുടെ മകനാണെന്ന് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ മനസ്സിലാവും വലുതായതും എൻ്റെ മകനിപ്പോൾ വലുതായി, എൻ്റെ മകളിപ്പോൾ വലുതായി. അല്ല, മക്കൾ വലുതായി ഒന്ന് എന്താ പറയുക, നിങ്ങൾ നട്ടൊരു ചെടി അതൊരു മരമായ നിങ്ങൾ നട്ടതല്ലാണ്ടാവൂ? ആവില്ലല്ലോ. ആ മരത്തിനെ നിങ്ങൾ നോക്കുക, ചേട്ടാ ചേച്ചി എന്ന് വിളിക്കുമോ? അതുപോലെ തന്നെ നിങ്ങളുടെ മക്കൾ എത്ര വലുതായാലും, അത് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും വളർന്ന് വലുതായി എന്ന് പറയുമ്പോഴേക്കും നിങ്ങളുടെ അച്ഛനോ അമ്മയോ ഒന്നും ആവണില്ല, നിങ്ങളുടെ മക്കൾ തന്നെയാണ്. അത് കാരണം കൊണ്ട് മക്കളെന്നും അച്ഛനും അമ്മേനും താഴെ ഉണ്ടാവണം. അല്ലാണ്ട് മക്കൾ അച്ഛനും അമ്മേനെ ഉപദേശിച്ച് നിങ്ങൾ അങ്ങനെ നിൽക്കൂ ഇങ്ങനെ നടക്കൂ എന്ന് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. സ്നേഹത്തോടു കൂടി ബഹുമാനത്തോടു കൂടി എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാമെന്നല്ലാതെ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കൂ എന്ന് പറയേണ്ട ഒരവസ്ഥയിൽ ഒരു മക്കളും വരാൻ പാടില്ല. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള മക്കളൊക്കെ മക്കളല്ല. അതിൻ്റെ പകരം അമ്മ ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ മാത്രം അമ്മ കേട്ടാൽ മതി ഇട്ടോ എന്ന് പറയുന്ന മക്കളുണ്ടെങ്കിൽ അവരാണ് മക്കൾ. അങ്ങനെയാണ് അച്ഛനമ്മേനും ബഹുമാനിക്കേണ്ടത്. എന്താണോ നമ്മൾ പഠിച്ചത് നമ്മുടെ ചെറുപ്പത്ത്, അത് തന്നെ നിലനിൽക്കണം നമ്മുടെ മരണം വരെ. അല്ലേ? നമ്മൾ ഒരിക്കലും നിങ്ങളെക്കാട്ടിലും കൂടുതൽ രോഗം കണ്ടിട്ടില്ല, നിങ്ങളെക്കാട്ടിലും കൂടുതൽ ജ്ഞാനം കണ്ടു എന്നുള്ള തോന്നൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഉപദേശിക്കാൻ നമ്മളല്ല, സ്നേഹം കൊണ്ട് പറയാം. അമ്മ അത് ശരിയല്ല എന്ന് തോന്നുന്നു, അങ്ങനെ ഒരു അമ്മേനോട് പറയാൻ പാടുള്ളൂ. അമ്മ അത് ശരിയല്ല, ചെയ്യരുത്, അങ്ങനെ ഒരു മകൻ പറയാൻ പാടില്ല. അല്ലേ? അവിടെയാണ് എന്നും മക്കളായി ജീവിക്കണം, മാതാപിതാക്കളായി ജീവിക്കണം. പിന്നെ ദേഷ്യം അതൊക്കെ പ്രകടിപ്പിക്കാണ്ട് പോകണമൊക്കെ തെറ്റന്നെയാണ്. ദേഷ്യം ഉണ്ടെങ്കിൽ ദേഷ്യം പ്രകടിപ്പിക്കണം, സ്നേഹം ഉണ്ടെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കണം. മക്കളെന്താണെന്ന് അച്ഛനമ്മയും മനസ്സിലാക്കണം, അച്ഛനമ്മ എന്താണെന്നുള്ളത് മക്കൾ മനസ്സിലാക്കണം. അതിലൊരു വ്യത്യാസം ഒരു കാലത്തും വരാൻ പാടില്ല. അതാണ് കുടുംബത്തിന് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം. അതാണ് നമുക്ക് വരാൻ പോണ ഭാര്യ നമ്മളിൽ നിന്ന് പഠിക്കേണ്ടതും. അല്ലേ? അതേപോലെ നമ്മുടെ വീട്ടിൽ വരുന്ന മരുമക്കളായ അവരവരുടെ അച്ഛനമ്മയിൽ നിന്ന് പഠിക്കേണ്ടതും. എന്താണോ പഠിപ്പിച്ചത്, എന്താണോ പഠിച്ചത്, അത് മറന്നൊരു ജീവിതം ജീവിക്കരുത്. അത് തന്നെയാണ് ഭാരത സംസ്കാരം. അല്ലേ? ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല, മനുഷ്യൻ ഒന്നാണെന്ന് ചിന്തിക്കുന്ന എല്ലാ വീടുകളിലും പഠിപ്പിച്ചു കൊടുക്കുന്ന ഏറ്റവും വലിയ സംസ്കാരം എന്താണെന്ന് പറഞ്ഞാൽ പോയ ആ വീട്ടിലെ ഭർത്താവിൻ്റെ ആയാലും ഭാര്യയുടെ ആയാലും അച്ഛനമ്മേനെ പോലെ കാണണം. ഒരാൾ കിട്ടിയത് കൊണ്ട് ഇനിയൊരാളെ മറക്കാൻ പാടില്ല. ഒരു ജീവിതം കിട്ടിയത് കൊണ്ട് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന സൗഹൃദ ബന്ധങ്ങളെ, സ്നേഹബന്ധങ്ങളെ മറക്കാൻ പറയുന്നുണ്ടെങ്കിൽ അതൊരു ഭാര്യയും പറയാൻ പാടില്ല, ഭർത്താവും പറയാൻ പാടില്ല. നമ്മുടെ സുഹൃത്തുക്കളെന്നും നമ്മുടെ സുഹൃത്തുക്കളാണ്, സഹോദരന്മാരെന്നും നമ്മുടെ സഹോദരന്മാരാണ്, അച്ഛനമ്മമാരെന്നും അച്ഛനമ്മമാരാണ്. കുടുംബം വലുതാവുന്നു എന്ന് പറയുമ്പോൾ സ്നേഹം കൂടി അതിനൊപ്പം വലുതാവണം. അല്ലാണ്ട് ഒന്നും ചെറുതാവരുത്, ഒന്നും മറന്നു പോകരുത്, ഒന്നും വെട്ടിമുറിക്കരുത്. അതാണ് യഥാർത്ഥ ജീവിതം. അല്ലേ? അപ്പോൾ എല്ലാവരുടെ ഹൃദയങ്ങളിൽ എന്നും സമ്മാനമായി മാറാൻ, എന്നും ഓർമ്മയിൽ നിൽക്കാൻ നമുക്ക് എന്നെന്നും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. മനസ്സിലൊരു കടങ്ങം വരാതിരിക്കട്ടെ, കുലുഷിതമാവാതിരിക്കട്ടെ. അങ്ങനെ തന്നെ പറയാം മലയാളത്തിൽ? എന്തെങ്കിലും ഒരു ശീതമാവാതിരിക്കട്ടെ. അപ്പോൾ അങ്ങനെയൊന്നും ആവാതെ കണ്ടോ, മലയാളം തെറ്റായിട്ട് പറയാത്ത ഞാൻ മലയാളം തെറ്റായിട്ട് പറയാൻ തുടങ്ങി. കന്നഡം കലർത്തി മലയാളം പറയുന്ന എൻ്റെ അമ്മ നന്നായിട്ട് മലയാളം പറയാൻ പഠിച്ചു. ഗുരുവിന് തിരുമന്ത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇപ്പോഴായിരിക്കും കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ഈ ചിരിക്കുന്ന ചിരി ഇതുവരെ ഒരു ചുമയും കൂടി ചുമച്ചിട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് ഒരാൾ കയറി വന്നപ്പോൾ 1 മിനിറ്റിനുള്ളിൽ ആ വീഡിയോ കട്ട് ചെയ്യേണ്ടി വന്നു. അതിന് ഞാനൊരു സോറി പറയുന്നു. അതിന് ശേഷം ഇപ്പം അമ്മ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ അമ്മ പറഞ്ഞ എല്ലാവരുടെ മനസ്സിലും നമുക്കൊരു സ്ഥാനമുണ്ടാവട്ടെ. അത് തന്നെയാണ് ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്ന ഗിഫ്റ്റും. അല്ലേ?
അതന്നെയാണ് നമ്മുടെ ഒരു ഗിഫ്റ്റായി മാറുന്നതും. അതെന്നും നിലനിൽക്കട്ടെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ. അതുപോലെ അസുഖം പിടിച്ചാലും അത് ഇതുപോലെ ചിരിക്കാൻ നിങ്ങളുടെ അമ്മയ്ക്കോ ഭാര്യയ്ക്കോ ചേച്ചിക്കോ ആങ്ങളയ്ക്കോ ഭർത്താവിനോ ആർക്കെങ്കിലും സാധിക്കണമെങ്കിൽ നമ്മുടെ ഇടയ്ക്ക് ഒന്ന് ചിരിപ്പിക്കാനോ സംസാരിക്കാനോ അവരായിട്ട് സമയം സ്പെൻഡ് ചെയ്യാനോ നമ്മുടെയൊക്കെ ഇത്തിരി സമയം കണ്ടുപിടിക്കണം. അതിന് അച്ഛനൊരു സമയം, അമ്മയ്ക്കൊരു സമയം, ഭാര്യയ്ക്കൊരു സമയം എന്നൊന്നും മാറ്റി വെക്കരുത്. മാറ്റി വെക്കപ്പെടുന്ന ഒരു സമയമല്ല. സമയമില്ല എന്ന് പറയുന്ന ഒരു സമയം മനുഷ്യനില്ല. കാരണം എല്ലാവർക്കും അതിൻ്റെതായ സമയമുണ്ട്. 24 മണിക്കൂർ ഒരു ദിവസത്തിലുണ്ടല്ലോ. അന്ന് നിങ്ങൾ പറയരുത് ഒരുപാട് ബിസിയാണെന്ന്. അതിന് 1, 2, 3, 4 മിനിറ്റ് നിങ്ങളെടുത്തിട്ട് ഒരു കുറച്ച് നേരം സുഖമാണോ എന്നൊന്ന് ചോദിച്ചിട്ട് വെച്ചാൽ മതി. അത് അമ്മയാവണമെന്നില്ല, അച്ഛനാവണമെന്നില്ല, ഭാര്യയാവാം, മക്കളാവാം, ആര് വേണമെങ്കിലും ആവാം. സ്നേഹബന്ധങ്ങളുടെ ഊർജ്ജം കൂടാൻ വേണ്ടിയിട്ട് ഒരു അല്പനേരം നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ നൽകുന്ന ആ സമയമുണ്ടല്ലോ, അത് തന്നെയാണ് നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം അല്ലേ? ഞാനിന്ന് ക്ലിനിക്കിൽ പോയി ടെസ്റ്റൊക്കെ ചെയ്തിട്ട് വന്നു. അതായത് വേറൊന്നുമല്ല, ഡോക്ടർ പേടിച്ചു. ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ നോക്കാനാണ് കേട്ടോ. അപ്പം അത് പോയി വന്നപ്പോൾ നേരം വൈകി. എന്തായാലും ഇനിയിപ്പോൾ ഗുഡ് മോർണിംഗ് ഒന്നും പറയാതിരുന്നത് അതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പം നിങ്ങളെ ഒന്ന് കാണണമെന്ന് ഞാൻ പറഞ്ഞു ഇവനോട്. എന്തായാലും പുറത്തു പോയി ഒന്നല്ല ഒരു വീഡിയോ പിടിക്കാമെന്ന്. എന്താ പറഞ്ഞാൽ നിങ്ങളെ എനിക്ക് കാണണ്ടേ, നിങ്ങൾക്ക് എന്നെയും കാണണ്ടേ. നിങ്ങളെല്ലാവരും എന്നെ അന്വേഷിച്ചു, വേഗം ഉഷാറാവട്ടെ ചേച്ചി എന്നൊക്കെ പറഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പോൾ നിങ്ങളുടെ ഈ സ്നേഹം ഞാൻ മനസ്സിലാക്കണ്ടേ? അത് വേണം. അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളെ കാണാൻ വന്നു കേട്ടോ. അപ്പോൾ വരും, ഞാനിനി എപ്പോഴും വരാം കേട്ടോ. പക്ഷെ എന്താ പറഞ്ഞാൽ അടുക്കളയിൽ കുറച്ചിപ്പോൾ പോകണില്ല. അങ്ങനെ എന്താന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നത് അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ചിട്ട് വന്നാൽ മതി അമ്മ, ഒരാഴ്ചയൊക്കെ കഴിയട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ അവർ പറയുന്നത് കേൾക്കാം. എന്തെങ്കിലും ചെറുതായിട്ട് ഓരോന്ന് ചെയ്യും. അപ്പം അതൊക്കെ ഇനിയിപ്പോൾ വീഡിയോ എടുക്കണ്ട. അല്ലെങ്കിലും ഞാൻ സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കാറുള്ളൂ. ഇതൊക്കെ ചെയ്യാം. അത് അമ്മയ്ക്ക് തന്നെ മനസ്സിലായില്ലേ? ഇപ്പം അവർ ചോദിക്കും എന്തായിരുന്നു ചേച്ചിക്ക് അസുഖം എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല എന്ന്. ഇപ്പം അമ്മ നല്ല ഉഷാറായിട്ടാണ് തോന്നുന്നത്. അതിപ്പോൾ നിങ്ങൾ ഈ മരത്തിലേക്ക് പഴുത്ത ചക്കേനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ആ ചക്ക മുഴുവൻ നല്ല പുഷ്ടിയായിട്ടുണ്ട്, മുറിച്ച് വയ്ക്കുന്നത് അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് ഏതാ ഉള്ളതെന്ന് മനസ്സിലാവും എന്ന് പറയും പോലെ അമ്മ ഞാൻ മുറിച്ച് നോക്കണമെന്നല്ല പറഞ്ഞ്. ഈ ചക്ക കാണും പോലെ മാങ്ങ കാണും പോലെ അങ്ങനെ കാണും അമ്മ, പാവം. അപ്പം അതൊന്നും അല്ല, ഇതങ്ങോട്ട് കഴിഞ്ഞ് പോയിട്ട് ഒരു കടത്തായിരിക്കും. എന്തായാലും നിങ്ങളത് കാണാൻ എനിക്ക് സാധിച്ചല്ലോ, അതന്നെ എനിക്ക് വലിയ സന്തോഷമായി. അപ്പോൾ എല്ലാവരും പക്ഷെ ഒന്നുണ്ട്, അതും കൂടി അമ്മ പറയണം. ഹോസ്പിറ്റലിൽ പോയപ്പോൾ എനിക്കാണോ അസുഖം എന്ന് ഡോക്ടർ ചോദിച്ചില്ലേ? അങ്ങനെ ചോദിച്ചോ, അത് മതി അതിൻ്റെ അർത്ഥം അതന്നെയാണ്. പറയരുത്. അല്ല ഞാനും അമ്മയാണല്ലോ പോയത്. അപ്പൊ അവരെന്താ ചോദിച്ചു അത് പറയും. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? എനിക്കായിരിക്കുന്നു. ആർക്കാ അസുഖം എന്നല്ലേ ചോദിച്ചു, ആർക്കാ ടെസ്റ്റ് എന്നല്ലല്ലോ ചോദിച്ചു. ആ അപ്പൊ മനസ്സിലായിട്ടുണ്ട്, അമ്മയല്ല ഞാനാണ് രോഗിയെന്ന് മനസ്സിലായിട്ടുണ്ട്. സംശയം. എന്തായാലും നിങ്ങളെ കാണാൻ പറ്റില്ല, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം എല്ലാവർക്കും ബായ്.